കേൾക്കണം. ഈ ഹദീസിന് അദ്ദേഹം ഒരു വ്യാഖ്യാനം കൊടുത്തത് ഞാൻ കണ്ടു. മനുഷ്യന് ഓരോരോ ഉഴുതുകളായി, ഉഴുത് എന്ന് പറഞ്ഞാൽ ശരിക്കും വടി എന്നർത്ഥം വരും. പ്ലൂറൽ ജംഅദാൻ. ഉഴുത് എന്ന് പറഞ്ഞാൽ പായ ഉണ്ടാക്കാൻ ആവശ്യമായതിന്റെ സ്പൈക്കുകൾ, അതിന്റെ സ്ട്രോസ്. ആ സ്ട്രോകൾ വെക്കുന്ന പോലെ നിങ്ങൾക്ക് ഫിത്നകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കപ്പെടും. ഒരുപാട് അർത്ഥം കൊടുക്കാം അതിന്, ഒരുപാട് അർത്ഥം കൊടുക്കാം. നമ്മുടെ ഖുദമാ, മഹാന്മാരായ മുൻകഴിഞ്ഞ ആലിമീങ്ങൾ അതിന് കൊടുത്ത അർത്ഥം ഫിത്നകളും ഫസാദുകളും, യക്സുറുൽ ഹറജു വൽ മറജ്, കൊലപാതകങ്ങളും വൈരാഗ്യങ്ങളും പകപോക്കലുകളും ലോകത്ത് വർദ്ധിക്കുന്ന കാലമെന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയാ, TV, സാറ്റലൈറ്റ് TVകൾ നമ്മുടെ മുമ്പിലേക്ക് ഫ്രെയിം ചെയ്യപ്പെട്ട സാധനത്തിനും ഊദ എന്ന പ്രയോഗമുണ്ട്. ഫ്രെയിമായി, ഒരു സ്ക്വയറായി, റെക്ടാംഗിളായി നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഊദ. ഒരു ഹൊറിസോണ്ടൽ, ഒരു വെർട്ടിക്കൽ, ഇങ്ങനെ രണ്ട് ഊദുകളായി നിൽക്കുന്ന നമ്മുടെ TV സെറ്റുകൾ. നമ്മുടെ വീടുകളിലേക്ക് ഇതിനേക്കാളും ഫിത്നകൾ കടന്നു വന്നൊരു കാലം ഇന്നത്തെ ലോകത്തേക്കാൾ വേറുണ്ടോ മുസ്ലിമേ? നമ്മൾ ആലോചിച്ച് നോക്കി. TV ഹറാമാണെന്ന് ഉസ്താദ്മാർക്കും പുറത്തോടുത്ത് പറഞ്ഞ ഈ ഉസ്താദ്മാർക്കൊന്നും ലോകം തിരിയില്ലാന്ന്. ഇപ്പം ആർക്കപ്പം തിരിഞ്ഞത്? കുട്ടികളൊന്ന് ഒടിച്ചോടാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി തുടങ്ങി അല്ലേ? ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ വാങ്ങണ്ട, അത്ര ഞാൻ പറയണത്. അത് ഹറാമാന്ന് ഫത്ത് കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്കത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റൂലേ, നിങ്ങളത് ഒഴിവാക്കിക്കോ, വിറ്റ് കളഞ്ഞേക്ക്, ആഖിറ നഷ്ടപ്പെടുത്തണ്ട. മനുഷ്യന്റെ മുമ്പിലേക്ക് ഫിത്നകൾ കൊണ്ടുവരാൻ. ഫിത്നകൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഉമ്മമാർ റിമോട്ട് പിടിച്ചിരിക്കാൻ. ഒറ്റ കാര്യം പറയട്ടെ, മഗ്രിബിന്റെ സമയം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തഖ്വയുള്ള മനസ്സോടുകൂടെ പോകേണ്ട നേരല്ലേ? അറിയില്ലേ? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഫഅക്സിറൂ, നിങ്ങൾ ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണേ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണേ, വസൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും മഗ്രിബായി കഴിഞ്ഞാൽ ഓതണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്ന് ആലോചിക്കണ്ടേ, നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഏറ്റവും കൂടുതൽ മുന്നിടേണ്ട ഒരു സമയം മഗ്രിബിന്റെ ശേഷമുള്ള സമയം. മഗ്രിബ് നിസ്കാരം, ഇശാ മഗ്രിബിന്റെ ഇടയിൽ സ്വലാത്തുൽ അവ്വാബീൻ, രാത്രിയിൽ ഓതേണ്ട സൂറത്തു തബാറക, സൂറത്തുൽ വാഖിഅ, ഇതൊക്കെ ഓതിയിട്ട് മഗ്രിബായി കഴിഞ്ഞ എന്തോ ഒരു റാഹത്താണ്. മഗ്രിബിന് മുമ്പ് മഗ്രിബിനെ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങൾ മഗ്രിബ് കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ഖബ്ലിയായ 2 റക്അത്ത്, മുഅക്കദല്ലെങ്കിലും ഒരു സുന്നത്ത്, മഗ്രിബ് നിസ്കാരം, അതിന്റെ ശേഷമുള്ള ബഅദിയായ സുന്നത്തുകള്, പിന്നെ ഔറാദുകള്, ഇതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സ് മറയുന്നൊരു നേരമാണ് അസ്തമിക്കുന്ന നേരം. എന്താ നമ്മുടെ TVക്കാര് കാണിച്ചു തരുന്നത്? എന്താ കാണിച്ചിരുന്നത്? മഗ്രിബാകുമ്പോൾ, രാത്രിയാകുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോലും ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നേരമാണ് മഗ്രിബ്.